പെട്ടെന്നൊരു ചായക്കടി വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് 3 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് ഒരു 5 6 ഏലക്ക പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 3 സ്പൂൺ അളവിലുള്ള പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേ. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 4 പീസ് ബ്രെഡാണ്. 4 പീസ് ബ്രെഡ് നമുക്കിതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാനുള്ളതിനെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചായ തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 3 സ്പൂണ് നമുക്കിതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. നമ്മുടെ നെയ്യ് എല്ലായിടത്തും ആകുന്ന രൂപത്തിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മുട്ടൻ്റെ ഇത് പകുതി ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഫസ്റ്റിൽ നമുക്കിതുപോലെ പകുതി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ചുറ്റിലും എല്ലാ വശത്തും ആകുന്ന രൂപത്തിൽ ഇട്ട് കൊടുക്കണേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പകുതി മുട്ടൻ്റെ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ വശത്തും ആകുന്ന രൂപത്തിൽ ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ചാൽ മതി. 2 3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. മറ്റൊരു പാൻ വെച്ചതിന് ശേഷം അതിലും നമുക്ക് 2 സ്പൂൺ മറ്റേ മിൽമ നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അത് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. എല്ലാ വശത്തും ആകുന്ന രൂപത്തിൽ എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാക്കുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിമൊക്കെ കുറച്ച് വേണം വെക്കാനേ. ഇപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ വലിയ ആൾക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. വെറുതെ പറയുന്നില്ല. എന്തായാലും ഇത് കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്തോക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.